ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കേക്കാണ്. ഇത് ഓർഡർ കിട്ടിയ കേക്കാണ്. എൻ്റെ മദറാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇതാണ് നമ്മുടെ കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് 3/4 കപ്പ് ഷുഗർ, ഇത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത് 1 കപ്പ് ഫ്ലോർ, ഇത് പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇത് വാനില എസൻസ്, ഇത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്, ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്തെങ്കിലും ഉണ്ടാക്കാം നോക്കാം. ഇത് അരിച്ചെടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഫ്ലോർ ആണ്. 1 കപ്പ് ഫ്ലോർ ആണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം ഒരു 3 വട്ടം ഒന്ന് തരിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം കേട്ടോ. ഇത് തരിച്ചെടുക്കുന്നത് നമ്മുടെ കേക്കിന് സോഫ്റ്റ് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ അതിന് കട്ടൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ ഇത് തരിച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം ആകുമ്പോൾ അത് കട്ടായിപ്പോവും. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ് എടുത്ത് നമുക്കൊരു വാട്ടർ ഒന്നും ഇല്ലാത്തൊരു നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു ബൗളിലോട്ട് ഒഴിച്ചെടുക്കാം. പിന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലും പിന്നെ അതുപോലെ തന്നെ ഈ ബൗളിലും ഡ്രൈ ആയിരിക്കണം, രണ്ടും ഡ്രൈ ആയിരിക്കണം കേട്ടോ. നമ്മുടെ എഗ് കൂടെ ബീറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ചായിട്ട് തന്നെ ഇടണം കേട്ടോ. മൊത്തത്തിൽ ഇടണമെങ്കിൽ ആകെ കട്ട പിടിക്കും. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിക്കുന്നത് ഈ എഗ്ഗിന്റെ ചോയ ഒന്ന് പോകാൻ വേണ്ടിയാണ്. നമ്മള് നന്നായിട്ട് ഫ്ലഫി ആയി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട, വെറുതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇത് ഒഴിച്ചിട്ടുള്ളത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ എഗ് മിക്സിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചാക്കി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നാകെ ചേർക്കാൻ പാടില്ല കേട്ടോ. കുറച്ചായിട്ട് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ ആകെ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് ഒരേ സൈഡിലാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം അത് ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാക്കിയെല്ലാം കൂടി ചേർക്കുകയാണ്. ഇതും അതുപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കേക്ക് മോൾഡ് ഇതാ ഇവിടെ ഓയിലൊക്കെ ഗ്രേസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3 ലെയേഴ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ക്രീം ഐസിങ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഇവിടെ നേരത്തെ തന്നെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്രീം ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ലെയർ വെച്ചെടുക്കാം. ആ ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള കേക്ക് ട്രേൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ
കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതിരിക്കാനാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ പാകത്തും ക്രീം തേച്ച് ഇപ്പോൾ നെക്സ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെയറിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ക്രീം തേച്ചൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇത് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തെടുക്കണം കേട്ടോ സൈഡൊക്കെ. അപ്പം നമ്മുടെ കേക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലും. പിന്നെ സൈഡിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷന്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. അതിനുശേഷം നെയ്മ് ഏതെങ്കിലുമൊക്കെ അപ്പം ചെയ്യാം നമുക്ക്. കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർഡർ കിട്ടിയ കേക്ക് ആയതുകൊണ്ട് അതിനുള്ള ബോക്സ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൊണ്ടുപോകാൻ ആളുകൾ വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.